നമസ്കാരം പ്രിയമുള്ളവരെ, എല്ലാവർക്കും എസ് ടി ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളെല്ലാവരും കണ്ടു കാണും, നമ്മൾ പ്രത്യേകിച്ച് ആർക്കും ഒന്നും തോന്നില്ല കാണുമ്പോൾ. പക്ഷെ ഞാനതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ എനിക്കതൊരു വീഡിയോ ആയിട്ട് നിങ്ങളിൽ എത്തിക്കണം എന്ന് തോന്നി. കാര്യമെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്, റോഡ് സൈഡുകളിൽ കുറേ പൈപ്പുകൾ ചുമ്മാ ഇങ്ങനെ കൂട്ടി ഇട്ടിരിക്കുന്നു. അത് വെയിലും മഴയും കൊണ്ടുപോകുന്നു. കാട്ടിലെ തടി തേവരുടെ ആന എന്തുവാകട്ടെ എന്നുള്ള രീതിയിലാണ് നമ്മളെല്ലാം അതിനെ കണ്ടുപോകുന്നത്. പക്ഷേ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ പൈപ്പ് ലൈനാണ് നമ്മുടെ പ്രധാനമന്ത്രി ജൽജീവൻ പദ്ധതിക്ക് വേണ്ടി അനുവദിച്ച പൈപ്പ് ലൈനാണ്. നമ്മുടെ കേരളത്തിലെന്നല്ല, മൊത്തം ഇന്ത്യയിലുള്ള എല്ലാ ആൾക്കാർക്കും ഈ പറഞ്ഞ പോലെ സൗജന്യമായിട്ട് ജലം എത്തിക്കുന്ന ഒരു പദ്ധതിക്ക് വേണ്ടിയിട്ടാണ് ഈ പൈപ്പ് ലൈൻ അനുവദിച്ചിരിക്കുന്നത്. പക്ഷേ ഈ പൈപ്പ് ലൈന് ചുമ്മാ കൊണ്ട് ഡംപ് ചെയ്ത് പോയേക്കാണ്. വാട്ടർ അതോറിറ്റി അത് അവർക്ക് തോന്നുന്ന സമയത്ത് അത് ഫിറ്റ് ചെയ്യുന്നു, എടുക്കുന്നു, കാര്യങ്ങൾ ചെയ്ത് പോകുന്നു. അപ്പോൾ ഇതിനകത്ത് ഞാൻ കണ്ടുവച്ച ഒരു പ്രധാന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ പൈപ്പ് ലൈൻ ഇങ്ങനെ വെയിലും മഴയും കൊണ്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് 1 വർഷത്തോളമായി ഇതിങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ ഇങ്ങനെ അവിടെ ഇവിടെ ഇങ്ങനെ നോക്കാനും കാണാനും ആളില്ലാതെ കിടക്കുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട്, അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അതിനകത്ത് നോക്കിയാൽ മതി, അതിൽ ബ്ലാക്ക് ലൈൻ പോലെ ആയിരിക്കണം ആ പൈപ്പ്. അപ്പോൾ ഇവരെത്ര ഇതിനെ ന്യായീകരിച്ചെന്ന് പറഞ്ഞാൽ, പൈപ്പിന് ക്വാളിറ്റി ഉണ്ട്, അതാണ് ഇതാണെന്നൊക്കെ ന്യായീകരിച്ചെന്ന് പറഞ്ഞാലും, ഈ പൈപ്പ് ലൈനാണ് ഈ 1-2 വർഷം വെയിലും കൊണ്ട് ഒരു സേഫ്റ്റി ഇല്ലാതെ റോഡിൻ്റെ സൈഡിൽ തള്ളിയിട്ടും വെച്ചിട്ട് ഈ സാധനമാണ് ഈ പറഞ്ഞതുപോലെ 1 വർഷം 2 വർഷം കഴിഞ്ഞ് കഴിയുമ്പം കുഴി ഉണ്ടാക്കി ഇതിനടിയിൽ കൂടെ പൈപ്പ് ലൈൻ കണക്ഷൻ കൊടുക്കുന്നത്. ഇത് നിർഭാഗ്യവശാൽ ഇത് കുറച്ച് നാൾ കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ ഇതിനകത്തുനിന്ന് അവിടുന്ന് ഇവിടുന്നൊക്കെ ലീക്ക് വരാൻ ഒരു പ്രധാന കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു ഈ സംഭവം. ഇത് നിങ്ങളെല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അനുഭവം നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഉണ്ടെന്നുണ്ടെങ്കിൽ പറയുക. ഇത് കാര്യം എന്ന് വെച്ചാൽ കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലങ്ങൾ വരെ നമ്മൾ കണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാട്ടിനകത്ത് ഈ സാധനങ്ങൾ കൊണ്ട് ഡംപ് ചെയ്തിട്ട് ഇത് 1 വർഷം 2 വർഷം അവിടെ കിടന്ന് ഈ പറഞ്ഞതുപോലെ ഈ പൈപ്പ് കാണാത്ത അവസ്ഥയിൽ കാടുകൾ കയറി കഴിയുമ്പോൾ, ഇപ്പം അൺഫോർച്ചുനേറ്റ്ലി വണ്ടികൾ വന്ന് കയറിയാൽ പോലും ഈ പൈപ്പ് ഡാമേജ് ആയി പോകാൻ ചാൻസ് ഉണ്ട്. ഈ ഡാമേജ് ആയ പൈപ്പ് അവർ ജോയിൻറ്റ് ചെയ്ത് ഫിറ്റ് ചെയ്യുന്നു ഇല്ല എന്ന് നമുക്ക് പറയാനും പറ്റില്ല. അപ്പോൾ വാട്ടർ അതോറിറ്റിയും മറ്റും ഇത് അടിയന്തരമായി ശ്രദ്ധിച്ച് ഇത് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുക. ഇത് ജനങ്ങളുടെ പൈസയാണ് ഇതിനു വേണ്ടിയിട്ട് വിനിയോഗിക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? നിങ്ങളുടെ അടുത്തും ഇതുപോലെ ഇങ്ങനെ പൈപ്പ് ലൈൻ കിടന്ന് നശിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ ചെയ്യുക. ഒപ്പം ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ ഇനിയും നമുക്ക് എത്തിക്കണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഹൃദയപൂർവ്വം നിങ്ങളുടെ സ്വന്തം ST ചാനൽ. ബൈ ബൈ ആൻഡ് ടേക്ക്.